ഇൻഗ്രീഡിയൻസും ഒരുമിച്ചിട്ട് അരച്ചിട്ട് ഇതുപോലെ പതഞ്ഞു പൊങ്ങാൻ മാവ് നമ്മൾ സീക്രട്ട് ഒരു ടിപ്സുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ 2 ഗ്ലാസ് അരിക്ക് 1/2 ഗ്ലാസ് ഉഴുന്ന് ചേർത്തെടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ ഉലുവയും ചേർത്തെടുത്ത് നന്നായി കുതിർത്തി എടുത്തിട്ട് ഒരു 1/4 ഗ്ലാസോളം ചോറും ചേർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ട് കുതിരാനിട്ട വെള്ളം ഒഴിച്ചിട്ട് നമ്മളിതൊന്ന് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ നമ്മളൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ മിക്സിയുടെ ജാറൊക്കെ കഴുകിയിട്ട് ഒരു തുള്ളി വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പാകത്തിന് ദോശമാവിന് പാകത്തിനുള്ള ഇളക്കി കൊടുക്കുക. അപ്പോൾ ഞാൻ മരത്തവി എടുത്തിട്ടാണ് കേട്ടോ ഇളക്കിയെടുക്കുന്നത്, അതൊരു ടിപ്സാണ്. എന്നിട്ട് ഇതുപോലെ റൈസ് കുക്കറിലേക്ക് നമ്മൾ ഇറക്കി വെച്ചെടുക്കാം കേട്ടോ. ഏത് പൊന്താത്ത മാവും റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പൊന്തി വരും കേട്ടോ. കണ്ടല്ലോ, ഏത് തണുപ്പത്തും നമുക്ക് ഇതുപോലെ പൊങ്ങിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉപ്പിട്ട് ഇളക്കി എടുത്തിട്ട് നമ്മൾ ദോശക്കല്ല് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഓരോ തവി ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ചുറ്റിച്ചെടുത്ത് നല്ല അടിപൊളി ദോശ ഉണ്ടാക്കി എടുക്കാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.